ഐവറി കോസ്റ്റ് വേഴ്സസ് നോർവേ മത്സരം 2-1 കളി തീരുമാനമായത്. എർലിംഗ് ഹാലൻഡ് അവസാനം ഗോൾ അടിച്ചിട്ടാണ് കളി ജയിപ്പിക്കുന്നത്. മറ്റൊരു ഗോൾ ന്യൂസയാണ് നേടിയത്. അപ്പം ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇതിലെ വിജയികൾ നേരിടാൻ പോകുന്നത് ബ്രസീലിനെയാണ്. ഇപ്പോൾ ഇന്നലത്തെ കളിയിൽ നോർവേ ജയിച്ചെങ്കിലും ഐവറി കോസ്റ്റ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ബ്രസീലിന് നോർവേ ആയതാണോ ഒന്നുകൂടി എളുപ്പമായത്? എന്ത് തോന്നി? നോർവേ ആയത് പണിയത് ഒരു കാര്യം, നോർവേ ബ്രസീൽ ഹെഡ് ടു ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 കളികൾ തമ്മിൽ കളിച്ചിട്ടുണ്ട്. 3 ഫ്രണ്ട്ലി ആണ്, 1 കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള 1998. ഈ 4 കളി അൺബീറ്റൺ ആണ് നോർവേ എന്നുള്ളതാണ്. 2 ഡ്രോ 2 വിജയങ്ങളാണ്. അപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു 1997 ഒരു 1998 വേൾഡ് കപ്പിന് മുമ്പുള്ള ഫ്രണ്ട്ലി 4-2 നോർവേ. 1990 വരുമ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാനത്തെ മത്സരത്തിൽ ഒരു ഗോളിന് ലീഡ് ചെയ്തതിനു ശേഷം 2 അവസാന സമയത്താണ് മൊറോക്ക ഗ്രൂപ്പിൽ നിന്ന് പുറത്താവാനുള്ള കാരണം അതാണ്. മൊറോക്കോ 1998 അതിൽ നിന്ന് ആ 90 അപ്പൊ അങ്ങനത്തെ ഒരു അപ്പൊ അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററി എക്സ്പീരിയൻസ് അവർക്കുണ്ടാവും. ആ ഒരു കോൺഫിഡൻസ്, കാരണം they are unbeaten against Brazil എന്നുള്ളതാണ്. അപ്പൊ അത് വലിയൊരു കോൺഫിഡൻസ് അല്ലേ ബ്രസീലിനായിട്ട് പോകുമ്പോ. പിന്നെ അവർക്ക് പറയാൻ വേണ്ടി നിലവിലെ ലോകത്തിൽ തന്നെ ഏറ്റവും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു സ്ട്രൈക്കർ ഹാലൻഡ് പോലെയുള്ള, ഒഡേഗാർഡ് പോലെയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ബ്രസീൽ എന്ന് പറയും തീർച്ചയായിട്ടും അത് എങ്ങനെയാണ്, മെന്റാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നോർവേ എന്ന് പറയുന്നത് വലിയ കോമ്പറ്റീറ്റീവ് ഫുട്ബോളിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള ഹിസ്റ്ററി സ്വാഭാവികമായിട്ടും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ ഫേസ് ചെയ്യണോ എന്നുള്ള ആറ്റിറ്റ്യൂഡ്, അപ്രോച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളതിന് സംബന്ധിച്ചാണ്.